എല്ലാ മാസവും സാലറി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടൊരു ദിവസം ഞാൻ മിക്കപ്പോഴും മാറ്റിവെക്കാറുണ്ട് കേട്ടോ. വളരെ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയ ഒരു പുതിയ ശീലമാണത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഇഫേർട്ടും ഡെഡിക്കേഷനും സമയവും ഒക്കെ കാട്ടിയും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് അതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു ഷോപ്പിങ്ങിന് പോവുക, നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു പെഡിക്യൂർ ചെയ്യുക, ഒരു സ്പാ ചെയ്യുക, അങ്ങനെ ഒരുപാട് നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമാണ് കേട്ടോ. പക്ഷെ പല ആൾക്കാർക്കും ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നതാണോ അതോ അതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്തതാണോ അവസരം കിട്ടാത്തതാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു സെൽഫിഷ്നെസ് അല്ലേ എന്നൊക്കെ തോന്നാട്ടോ. പക്ഷേ ജീവിതത്തിന്റെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, എനിക്ക് ഈ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ. അപ്പൊ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെഡിക്യൂർ, മാനിക്യൂർ, ഫുഡ് റിഫ്ലക്സോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിയെ വിളിച്ചപ്പോഴേക്കും പുള്ളി പറയുക, കാർഡ് എടുത്തോ, ബർത്ത്ഡേ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഷോപ്പിങ്ങും കൂടെ നടത്തിക്കോളാൻ. അപ്പോൾ ഒരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം 5-6 മണിയായി കേട്ടോ സാലോണിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് പോയിട്ട് ഒരു അടിപൊളി ഷോപ്പിംഗ് കൂടെ ചെയ്യണം കേട്ടോ. എല്ലാ മാസവും ഓരോരോ ബർത്ത്ഡേ വെച്ചുണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ.